ലിവിംഗ് വേ ചാനൽ കൂടെ ലോകമെമ്പാടും ഇരുന്ന് എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും സർവശക്തിയും തൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി വിനിയോഗിക്കുന്ന കാൽവരിയിലെ ഉന്നതിയോളം നമുക്ക് വേണ്ടി തൻ്റെ സ്നേഹത്തെ മാറ്റിവെക്കുന്ന സർവകൃപാലുവായ ദൈവത്തിൻ്റെ അതിവിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് ലോകമെമ്പാടുമുള്ളവർക്ക് ക്രിസ്മസ് ഒരു സന്തോഷം നൽകുന്ന സുദിനമാണ്. ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത്? സ്റ്റാർ, ക്രിസ്മസ് പാപ്പ, കേക്ക്, ക്രിസ്മസ് ട്രീ, ഇതൊക്കെയാണല്ലേ. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനവുമായിട്ട് ഇതിനൊന്നും യാതൊരു ബന്ധവുമില്ല. എന്നാൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ബൈബിളിലുണ്ട്. എന്താണത്? നക്ഷത്രം. യേശുക്രിസ്തു ജനിക്കുന്ന സമയത്ത് ഒരു നക്ഷത്രം ഉണ്ടായിരുന്നു. യഹൂദന്മാരുടെ രാജാവായി യേശു പിറന്നു എന്ന് വിദ്വാൻമാർ അറിഞ്ഞ് അവനെ കാണുവാനായിട്ട് അവർ പുറപ്പെടുന്ന സമയത്ത് അവർക്ക് വഴി അറിയുകയില്ല. ഇന്നായിരുന്നെങ്കിൽ എന്തു ചെയ്തേനെ? ഗൂഗിൾ മാപ്പൊക്കെ യൂസ് ചെയ്ത് ഫോണിലൊക്കെ വിളിച്ചു ചോദിച്ചു പോകുമായിരുന്നു. എന്നാൽ ഇന്നത്തെ പോലുള്ള സാങ്കേതിക വിദ്യകളൊന്നും അന്നുണ്ടായിരുന്നില്ല. അന്ന് ദൈവം അവർക്ക് വേണ്ടി ഒരുക്കി കൊടുത്ത ഒരു മാപ്പാണ് നക്ഷത്രം. പൊന്ന്, മൂര്, കുന്തിരുക്കം എന്നീ 3 വസ്തുക്കളുമായിട്ട് അവർ യാത്ര ചെയ്യുകയാണ്. അവർക്ക് മുൻപിലായി ആ നക്ഷത്രവും അവർക്ക് വഴികാട്ടിയായി പൊയ്ക്കൊണ്ടിരുന്നു. പ്രിയമുള്ളവരെ, നാം ഇതിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടത്? നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ ഗൈഡൻസ് അനുസരിച്ച് വേണം യാത്ര ചെയ്യേണ്ടത്. ദൈവത്തിന്റെ ഗൈഡൻസ് ഇല്ലാതെ നാം ഈ ലോകത്തിൽ ജീവിച്ചാൽ എന്താണ് പ്രിയമുള്ളവരെ സംഭവിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പരാജയം അനുഭവിക്കേണ്ടതായിട്ട് വരും. നക്ഷത്രം നോക്കി സഞ്ചരിച്ചിരുന്ന ഈ വിദ്വാൻമാര് ഇടയ്ക്ക് അവരുടെ നോട്ടമൊന്ന് തെറ്റിയിട്ട് ഹെരോദ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് അവർ കുഞ്ഞിനെ അന്വേഷിച്ചു പോവുകയാണ്. അതിന്റെ പരിണിത ഫലമായിട്ട് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ നശിപ്പിക്കുവാനായിട്ട് ഹെരോദ രാജാവ് ഉത്തരവിടുകയാണ്. പ്രിയമുള്ളവരെ, ഇതുപോലെയും നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തിന്റെ ഗൈഡൻസ് ഇല്ലാതെ നാം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും പലവിധമായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും. ഹെരോദ രാജാവിന്റെ അടുക്കൽ നിന്നും അവർ പുറപ്പെടുമ്പോൾ ആ നക്ഷത്രം അവിടെ തന്നെ ഉണ്ടായിരുന്നു. തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ നക്ഷത്രം കുഞ്ഞു കിടക്കുന്ന സ്ഥലത്തിനു മീതെ വന്ന് നിൽക്കുവോളം അവർക്ക് വഴികാട്ടിയായി പൊയ്ക്കൊണ്ടിരുന്നു. പ്രിയമുള്ളവരെ, ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് വഴി കാണിക്കുവാൻ, നമുക്ക് മാർഗനിർദ്ദേശം നൽകുവാൻ നമ്മുടെ സൃഷ്ടാവായ, നമ്മുടെ സ്നേഹിതനായ, നമ്മുടെ പ്രാണപ്രിയനായ കർത്താവ് എന്നും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. മഹിമോന്നതങ്ങളിൽ ഇരുന്നു കൊണ്ട് നമുക്ക് വേണ്ടതായ ഗൈഡൻസ് കർത്താവ് തരും. നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തെറ്റിപ്പോകാതെ നമ്മെ നേർവഴി കൂടെ നടത്തുവാൻ ദൈവം മതിയായവനാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, നാം എന്താണ് ചെയ്യേണ്ടത്? നാം സ്വർഗത്തിലേക്ക് നോക്കി യാത്ര ചെയ്യണം. വിദ്വാൻമാർക്ക് വഴി കാണിച്ചത് ആ നക്ഷത്രമാണ്. ഡിസംബർ മാസം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ 5-6 നക്ഷത്രങ്ങൾ തൂക്കിയിടാറുണ്ട്. യേശുക്രിസ്തു ജനിച്ചപ്പോൾ ഒറ്റൊരു നക്ഷത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും പ്രിയമുള്ളവരെ, അവിടെ ആരുണ്ടായിരുന്നു? അവിടെ ക്രിസ്തു ഉണ്ടായിരുന്നു. ഇങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിലൊക്കെ 5-6 നക്ഷത്രങ്ങൾ തൂക്കിയിടുമ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ നോക്കണം. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലും ഭവനത്തിലുമൊക്കെ ക്രിസ്തു ഉണ്ടോ എന്നുകൂടെ. പ്രിയമുള്ളവരെ, നാം ആരുമായിരുന്നോട്ടെ, പണ്ഡിതനാവട്ടെ പാമരനാവട്ടെ, നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു ഉണ്ടാകുമ്പോഴാണ് പ്രിയമുള്ളവരെ നമുക്ക് സന്തോഷമുണ്ടാകുന്നത്, സമാധാനമുണ്ടാകുന്നത്. യേശുക്രിസ്തുവിന്റെ ജനനത്തിങ്കൽ അവിടെ വന്നെത്തിയത് 2 കൂട്ടരാണ്. 1, ഒന്നും അറിയാത്ത ആട്ടിടയന്മാർ. 2, എല്ലാം അറിയുന്ന ജ്ഞാനികൾ. ഈ 2 കൂട്ടരും സന്തോഷം കണ്ടെത്തിയത്, സമാധാനം കണ്ടെത്തിയത് ക്രിസ്തുവിനെ കണ്ടെത്തിയപ്പോഴാണ്. പ്രിയമുള്ളവരെ, ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ തയ്യാറാണെങ്കിൽ നമുക്കും ലഭിക്കും നിത്യമായ സന്തോഷവും സമാധാനവും. ലൂക്കോസ് 1-ാം അധ്യായം അതിന്റെ 79-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ആ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്നും ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. അന്ധകാരം നിബിഡമായ ഈ ലോകത്തിൽ വെളിച്ചമില്ലാതെ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ മനുഷ്യവർഗത്തിന്റെ ഇടയിലേക്ക് സാക്ഷാൽ ക്രിസ്തു എന്ന ലോകരക്ഷിതാവ് പിറന്നപ്പോൾ ആ പിറവിയെ സംബന്ധിച്ചാണ് ഈ വാക്യം പറയുന്നത്: ഉയരത്തിൽ നിന്നും ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, ആ ഉദയം ഈ ലോകത്തിൽ വലിയൊരു വെളിച്ചം വീശുകയുണ്ടായി. യോഹന്നാന്റെ സുവിശേഷത്തിൽ എന്താണ് പ്രിയമുള്ളവരെ നാം വായിക്കുന്നത്? ഞാൻ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു എന്നാണ്. അതേ പ്രിയമുള്ളവരെ, ആ വെളിച്ചം ഈ ലോകത്തിൽ വരുവാനിടയായി. നാം എല്ലാവരും ഇരുളിലായിരുന്നു. ഇരുട്ടിന്റെ അധിപതിയായ പിശാചിന്റെ കരങ്ങളിൽ ആയുധങ്ങളായി ജീവിച്ചിരുന്ന നമ്മെ ഓരോരുത്തരെയും ആ ബന്ധനങ്ങളിൽ നിന്നും വിടുവിച്ച്
രക്ഷണ്യമായ അവസ്ഥയിലേക്ക്, വെളിച്ചത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നു. പ്രകാശം മുന്നിൽ നിൽക്കുമ്പോൾ നിഴൽ പിന്നിലാണ്, പ്രകാശം പിന്നിൽ നിൽക്കുമ്പോൾ നിഴൽ മുന്നിലാണ്. എന്നാൽ പ്രകാശം നമ്മളിലായാലോ, നാമുമില്ല, നിഴലുമില്ല, പ്രകാശം മാത്രം. ആകയാൽ യേശു എന്ന പ്രകാശത്തെ നമ്മളിൽ ധരിച്ചുകൊണ്ട് ക്രിസ്തു നമ്മളിലുണ്ട് എന്ന് മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കുവാൻ തക്കവണ്ണം ക്രിസ്തു എന്ന തലയോളം വളർന്നുകൊണ്ട് നമുക്ക് ഈ ലോകത്തിൽ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാം. വിശ്വാസത്തിൽ ബലപ്പെട്ടുകൊണ്ട് നമുക്ക് മുന്നേറാം. ഇത്രയും നേരം എന്നെ ശ്രവിച്ച എല്ലാവർക്കും, എന്നെ ആത്മീകമായ നിലയിൽ വളരുവാൻ സഹായിക്കുന്ന എൻ്റെ മാതൃസഭയായ IPC പിനിയൽ ആഞ്ഞിലത്താനം സഭയിലെ പാസ്റ്റർ ജോസ് പാപ്പച്ചൻ അവറുകൾക്കും സഭയിലെ മറ്റു വിശ്വാസികൾക്കും ലിവിംഗ് വേ ചാനലിലൂടെ എനിക്ക് ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന ഇതിൻ്റെ അണിയറ പ്രവർത്തകരോടുമുള്ള എൻ്റെ ഹൃദയംഗമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എല്ലാവർക്കും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം.